ഹലോ, അപ്പോൾ കുറച്ചധികം നാൾക്ക് ശേഷം നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ട് ഒരു കുട്ടി ട്രിപ്പ് പോവാണ് കേട്ടോ. ഐ യുവാൻ ഇവിടെ കണ്ണാടിയിൽ നോക്ക്. ഐ നമ്മുടെ അവിടെ അടുത്തുള്ള പെട്രോൾ പമ്പിൽ പെട്രോൾ അടിക്കാൻ വേണ്ടി കയറിയതാട്ടോ. അപ്പോൾ ഞാൻ ഇച്ചിരി പഞ്ചസാരപ്പഴം കണ്ടപ്പോൾ അതൊക്കെ പറിച്ച് അവിടെ നിന്നത് അവരവിടെ വണ്ടിക്ക് എയർ അടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് പേര് ഈ വണ്ടിയിലാണ് പോണത്. അപ്പോൾ ബാക്കിയുള്ളവർ വേറെ വണ്ടിയിൽ അങ്ങോട്ട് എത്തും. അയ്യേ ഇതെവിടെ പോണേണ്? കുറേ നേരമായിട്ട് വെയിറ്റ് ചെയ്തിട്ട് വന്ന ആൾക്കാരൊക്കെ ഞാൻ അടുത്ത കാർ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് ആദ്യം നമ്മൾ പാൽക്കുളമേടാണ് കേട്ടോ പോകുന്നത്. അപ്പം അവരെല്ലാവരും എത്തിയിട്ടുണ്ട്. നമ്മൾ അതിനൊക്കെയുള്ള ട്രിപ്പിലാണ്. അങ്ങനെ എല്ലാവരും എത്തിക്കഴിഞ്ഞാൽ അതിന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വണ്ടി നിർത്തി കേട്ടോ. കുട്ടി ഹോട്ടൽ, അലീഖാൻ്റെ ഹോട്ടൽ. അവിടെ നിന്ന് ഒരു സെറ്റ് പൊറോട്ടയും മുട്ടക്കറിയൊക്കെ കഴിച്ചു. അങ്ങനെ ഫുഡ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളൊരു ലോങ് ഡ്രൈവിലായിരുന്നു. ഒരു കാടും മലയൊക്കെ നിറഞ്ഞ ഒരു സ്ഥലത്തിൻ്റെ ഇടയിൽ കൂടെ പോയതുകൊണ്ട് ഭയങ്കര രസമുണ്ടായിരുന്നു ട്രാവൽ. ലോങ് മാത്രമല്ലായിരുന്നു കേട്ടോ, നമ്മളൊരു കയറ്റവും കൂടെയാണ് കയറിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ വണ്ടി ഓടിച്ച ആൾക്കാർക്കൊക്കെ റെസ്റ്റ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊരു സ്ഥലത്ത് വണ്ടി നിർത്തിയിട്ടു. പക്ഷേ നിർത്തിയിട്ട സ്ഥലമാണെങ്കിൽ അടിപൊളി സ്ഥലം, നല്ല വ്യൂ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. റെസ്റ്റ് എടുക്കാനുള്ളവരൊക്കെ റെസ്റ്റ് എടുക്കുന്നുണ്ട്. യുവാനാണെങ്കിൽ നല്ല ഉറക്കമാണ്. ബാക്കിയുള്ളവരാണെങ്കിൽ വെള്ളം മേടിക്കാനും കുടിക്കാനൊക്കെ വേണ്ടിയിട്ട് അങ്ങോട്ട് നീങ്ങി. പക്ഷേ ഇവിടെയുള്ള പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ ഉച്ച സമയത്താണ് വന്നത്. പക്ഷേ അതിൻ്റെ ഒരു ചൂടൊന്നും ഉണ്ടായില്ല. മരങ്ങളുള്ളതുകൊണ്ട് നല്ല തണുപ്പ് ഒരു അറ്റ്മോസ്ഫിയറാണ് അവിടെ ഉണ്ടായത്. പക്ഷേ പണി കിട്ടിയ എന്താ വെച്ചാൽ ആ ഒരു കയറ്റം വന്നപ്പോൾ നമ്മുടെ വണ്ടി ഒന്നും അങ്ങോട്ട് കയറുന്നില്ല. ഒരു കണക്കിന് വണ്ടി കയറ്റി, പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് നമുക്ക് അകത്തേക്ക് കയറാൻ പറ്റില്ല മനസ്സിലായത്. അവിടെ അടച്ചിട്ടേക്കാന്നാണ് അവിടെ പോയി വന്നവർ പറഞ്ഞത്. നമ്മളെവിടെ പോയാലും ഇങ്ങനെയാണല്ലോ, നമ്മളെവിടെ പോയാലും ഇങ്ങനെ, നമ്മളെവിടെ പോയാലും ഇങ്ങനെ പാൽക്കുളമേട് വരെ പോയിട്ട് എന്താ പറയുക ചമ്മി തിരിച്ചു വന്നിട്ടുണ്ട്. കാരണം അവിടെ നമ്മൾ ഇപ്പം എവിടെ പോയാലും ഇതുപോലെ തന്നെ തിരിച്ചു വരാൻ പറ്റും. ഈ പ്രാവശ്യം അതുപോലെ തന്നെ തിരിച്ചു വന്നിട്ടുണ്ട്. ഇനി ഞങ്ങൾ ഇവിടെ ആനച്ചാടി അങ്ങോട്ടേക്ക് അതിൻ്റെ അടുത്ത് പോകണം. അവിടെ ഇതുപോലെ ആണോ നോക്കാം. വണ്ടി വളക്കണേ അല്ല, നേരത്തെ എന്താ പറഞ്ഞേ? ചോറ് അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയിട്ടുണ്ട്. എൻ്റെ ചെരുപ്പൊക്കെ പൊട്ടിയതാ, ബാർ ഫുട്ട് വാക്കിലാണ്. പക്ഷെ കുറച്ച് പേര് അവിടെ ഇപ്പോഴേ വെള്ളത്തിൽ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് വെള്ളത്തിലൊക്കെ ഇറങ്ങാമെന്നൊക്കെ ആലോചിക്കുന്നു. നമ്മുടെ ട്രിപ്പ് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രിപ്പ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചോറും കറിയും ഒക്കെ നമ്മൾ വീട്ടിൽ നിന്നാണ് കൊണ്ടുവന്നത്. എല്ലാവരും 1-2 ഐറ്റമൊക്കെ വെച്ചിട്ട് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു. നമ്മൾ വെള്ളം മാത്രമാണ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടുള്ളത്. നമ്മുടെ ഫുഡിങ് ഒക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും വണ്ടി കയറിയിരുന്ന് ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകുന്നു. ഞങ്ങളങ്ങനെ കാൽനടയിലാണ്. എങ്ങോട്ടായിരുന്നു? ആനച്ചാടിക്കുത്തിലേക്ക് പോവാണ്. ഇവർക്ക് ജീപ്പ് സർവീസ് ഉണ്ട്, ബാക്കിൽ വരണം. നമ്മൾ നടക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. അതാണ് ജീപ്പ് സർവീസ്. ഇപ്പം വലിയൊരു കുന്നുമല്ല മലയല്ലാത്തൊരു സാധനം കയറിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇവിടെ കുറച്ച് നേരം കയറിക്കൊണ്ടിരിക്കുന്നത് ഇച്ചിരിയോളായിട്ടുള്ളൂ. ഇനിയുണ്ട് അങ്ങോട്ട്. നമ്മൾ അത്യാവശ്യം അത്ര കയറി കഴിഞ്ഞ് അതൊക്കെ ജീപ്പിന് വന്നാൽ മതിയായിരുന്നു. എന്തോ ഒരു തോന്നലിന് അങ്ങോട്ട് കയറി വെയിലത്ത് നടക്കുന്നു. എന്തായിരുന്നു നടക്കാനുള്ളൊരു ചേതോവികാരം? വൈനോട്ട് ജീപ്പ് അവിടെ കുറച്ചു പേര് വെള്ളം കുടിക്കുന്നുണ്ടായിരുന്നു. ഈ മനുഷ്യനാണ് ഇതെല്ലാം
പ്ലാൻ ചെയ്ത് ഇവിടെ വരെ എത്തിച്ചത്. നല്ല രസം. വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് എത്തി. നമ്മൾ ഇച്ചിരി എത്തിയിട്ടുള്ളതാ. ബാക്കിയുള്ളവർ പുറകെ വരുന്നുണ്ട്. വെള്ളച്ചാട്ടത്തിൻ്റെ താഴത്തേക്ക് പോകണം കേട്ടോ. മേളിൽ അത്യാവശ്യം കുറച്ച് ആൾക്കാരും വെള്ളവും ഇല്ലായിരുന്നു. അപ്പം നമ്മൾക്ക് താഴത്ത് പോയിട്ട് നോക്കാം. പക്ഷെ വിചാരിച്ച പോലെയല്ല, അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കുള്ള സമയത്ത് തന്നെ ഉണ്ടോ ഞങ്ങൾ വന്നത്. പോരാത്തതിൻ്റെ ഈസ്റ്റർ ദിവസവും കൂടെ ആയതുകൊണ്ട് അതിൻ്റെ തിരക്കും കൂടെ ഉണ്ടായിരുന്നു അവിടെ. ഈ തിരക്കൊക്കെ കണ്ടപ്പം ആദ്യം ഇറങ്ങാനൊരു മടി ഉണ്ടായിരുന്നെങ്കിലും പക്ഷെ ഇറങ്ങിക്കഴിഞ്ഞപ്പം കയറാൻ നല്ല രീതിയിൽ മടി ഉണ്ടായിരുന്നു. കാരണം നല്ല സുഖം ഉണ്ടായിരുന്നു അവിടെ കുളിക്കാനായിട്ട്. നല്ല തണുത്ത വെള്ളമായിരുന്നു, അധികം ആഴം ഉണ്ടായിരുന്നില്ല. അതിൻ്റെ അവിടെ നിൽക്കാനും നല്ല സുഖമായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ലാസ്റ്റ് സമയമാവാനായി ഇറങ്ങാനായി തോന്നിയപ്പോഴാണ് ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി പോകുന്നത് തന്നെ. നമ്മൾ നമ്മുടെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു ചെറിയ മലകയറ്റത്തിലേക്ക് ഇറങ്ങിയതാട്ടോ. അവിടെ മേളിൽ നല്ല വ്യൂ ഉണ്ട്. അപ്പം അവിടുന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മുടെ ആനച്ചാടി കുത്തിലെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് പോവാണ്. ഒരു 6 മണി വരാണ്ട് ഇവിടെ സമയം. അപ്പം 6 മണി കഴിഞ്ഞ് അവിടെ ക്ലോസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ സമയത്ത് തിരിച്ച് പോകണം. നമ്മളിവിടെ എത്തി ഗൈസ്. മൈക്കാന്ന് ഞങ്ങളുടെ നൈറ്റ് ഫുഡിങ്ങിന് വേണ്ടിയിട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. 1959 ഫാമിലി റെസ്റ്റോറൻറ്റ്. കുറച്ച് നേരമായിട്ട് വിശന്നിരിക്കാം. ഐസ്ക്രീം ആരാ പറഞ്ഞേ? ഉണ്ണിക്കുട്ടനാണോ ഐസ്ക്രീം പറഞ്ഞേ? തന്നില്ല. പകൽ ബിരിയാണിയാണ്. അല്ല പണ്ടൊക്കെ പാതിരാത്രി ബിരിയാണി. അത് വീറടിക്കാൻ പോവാ. ചൂട് ബീറ കുടിക്കാൻ പോവാ. ഹോട്ട് ബീർ. ഒന്നൂടെ അങ്ങനെ ഫുഡിങ്ങോടുകൂടി ഇന്നത്തെ ഞങ്ങളുടെ വൺ ഡേ ട്രിപ്പ് അവസാനിച്ചിരിക്കുകയാണ്. എല്ലാവരും ടാറ്റ ബൈ ഒക്കെ പറഞ്ഞിട്ട് വീട്ടിലേക്ക് പോവാണ്. എന്തായാലും അടിപൊളിയായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു ഇന്നത്തെ ഒരു ദിവസം ഫുള്ള്. ട്രിപ്പൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലെത്തിയിട്ടുണ്ട്. അയ്യോ